അതേസമയം സംസ്ഥാനത്ത് വെള്ളക്കരം കൂട്ടിയതിനെ ന്യായീകരിക്കാൻ ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ വിചിത്രവാദം. 4 പേരുള്ള ഒരു കുടുംബത്തിന് ഒരു ദിവസം 100 ലിറ്റർ വെള്ളം മതിയാകില്ലേ എന്ന് മന്ത്രി. പണപ്പെരുപ്പത്തിനനുസരിച്ച് നിരക്ക് കൂട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ആരാച്ചാർക്കുള്ള ദയ പോലും ഈ സർക്കാരിനില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വെള്ളക്കര വർധന ന്യായീകരിക്കവെയായിരുന്നു മന്ത്രിയുടെ വിചിത്രമായ ഈ ചോദ്യം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ 1 പൈസ എന്ന് പറഞ്ഞതിനെയാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തി കാണിച്ചത്. നമുക്ക് ശരാശരി ഹൗസിന് നിയന്ത്രിക്കാം. ഒരു 15,000 ലിറ്റർ വെള്ളം വേണ്ടി വരുന്ന എത്ര കുടുംബങ്ങളുണ്ട് ഞങ്ങളൊന്ന് വിലയിരുത്തി എന്ന് പറഞ്ഞാൽ 4 പേരടങ്ങുന്ന അല്ല 5 പേരടങ്ങുന്ന ഒരു കുടുംബത്ത് ഒരു 100 ലിറ്ററിൽ കൂടുതൽ ഒരു ദിവസം ആവശ്യം വേണ്ടി വരുമോ? ഇതൊരു ചർച്ചയ്ക്ക് വേണ്ടിയാണ്. 15,000 ലിറ്റർ വരെ BPL ഫാമിലിക്ക് സൗജന്യമാണ്. പറയട്ടെ, അത്രയും നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ, നമ്മൾ കൊടുക്കണമല്ലോ. വെള്ളം ഉപയോഗത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ സമൂഹത്തെ പഠിപ്പിക്കാൻ സമയമായി. വാട്ടർ അതോറിറ്റിയെ നിലനിർത്താനുള്ള ചെറിയ നീക്കം മാത്രമാണ് വെള്ളക്കര വർധനമെന്നും മന്ത്രി വിശദീകരിച്ചു. സഭാ സമ്മേളനം നടക്കുമ്പോൾ സഭയെ അറിയിക്കാതെ വെള്ളക്കര വർധന നടപ്പാക്കിയത് സഭയോടുള്ള അനാദരവാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ശത്രുക്കളോടെന്ന പോലെയാണ് സർക്കാർ ജനങ്ങളോട് പെരുമാറുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ഞങ്ങൾക്കറിയാവുന്ന റോഷി അഗസ്റ്റിൻ ഉണ്ടായിരുന്നു. അങ്ങ് അതുപോലുള്ള മറുപടി പറയുന്ന ആളല്ലായിരുന്നു. ഇപ്പോ മന്ത്രിയായപ്പോഴോ അപ്പുറത്ത് പോയപ്പോഴുള്ള കുഴപ്പമാണ് ഇങ്ങനത്തെ മറുപടി പറയുന്നത്. ഞങ്ങൾക്ക് പരിചയമുള്ള റോഷി അഗസ്റ്റിൻ ഇങ്ങനത്തെ മറുപടി പറയില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞതുപോലെ ഇന്നലെ പറഞ്ഞതുപോലുള്ള മറുപടി പറയില്ലായിരുന്നു. അത് ഒന്നുകിൽ മന്ത്രി അതിന്റെ കുഴപ്പം, അല്ലെങ്കിൽ അപ്പുറത്ത് പോയതിന്റെ കുഴപ്പം. ഞാൻ അവസാനിപ്പിക്കുന്നു. ആരാച്ചാരുടെ ദയ പോലും ഇല്ലാത്ത സർക്കാർ എന്നായിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് M. വിൻസെന്റിന്റെ വിമർശനം. ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ ജനങ്ങൾക്ക് നേരെ നടത്തിയ അതിക്രൂരമായിട്ടുള്ള നികുതി ആക്രമണം, ആ നികുതി ആക്രമണത്തിന് വിധേയമായി ജനങ്ങൾ വീണ് കിടക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത ദിവസം ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള വെള്ളക്കരത്തിന്റെ ചാർജ് 2.5 ഇരട്ടിയിലേറെ വർദ്ധിപ്പിച്ചത് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ക്രൂരതയാണ് സാർ. ആരാച്ചാർക്ക് പോലും ഉള്ള ദയ ഈ സർക്കാരില്ല സാർ. ആരാച്ചാർ പോലും വെള്ളം ചോദിച്ചാൽ വെള്ളം കൊടുക്കും. ഇവർ വെള്ളം കൂടി മുട്ടിക്കുന്ന ഒരു സർക്കാരാണ് സാർ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.